വീക്കെൻഡ് ഒന്ന് അടിച്ചു പൊളിക്കാനാ ഞങ്ങൾ വെമ്പിളിയിലെ നിർമ്മലിന്റെ വീട്ടിലേക്ക് പോയത്. വൈകുന്നേരം ആയപ്പോൾ വീട്ടിലുള്ള ആൺകുട്ടികൾക്ക് പാർക്കിൽ പോയി ക്രിക്കറ്റ് കളിക്കണമെന്നായി. എന്നാ ശരി, പോയി കളയാം. പക്ഷെ അവിടെ പോയാൽ നമുക്കും ബോറടിക്കില്ലേ? അങ്ങനെ ചിന്തിച്ചപ്പോഴാണ് വള്ളികൾ കൊണ്ട് മെടഞ്ഞൊരു ഫ്ലവർ റീത്തിന്റെ ഫ്രെയിം ഉണ്ടാക്കാൻ തോന്നിയത്. അതും ബാഗിലിട്ട് പാർക്കിലേക്ക് പോയി. എന്തായാലും പാർക്കിൽ ഒരുപാട് പൂക്കൾ ഉണ്ടാവില്ലേ, അതുകൊണ്ട് ഈ ഫ്ലവർ റീത്ത് അങ്ങ് സെറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. നാട്ടിലെ ചെറിയ മുക്കുറ്റി പൂക്കളില്ലേ, അതിന്റെ സാദൃശ്യമുള്ള ചെറിയ വെളുത്ത ഡെയ്സി പൂക്കൾ കൊണ്ട് സമ്മറിൽ ഇവിടുത്തെ പാർക്കുകളൊക്കെ നിറയാറുണ്ട്. കാണാൻ തന്നെ നല്ല രസമാണ്. അങ്ങനെ മനസ്സിൽ വിചാരിച്ചാണ് ഞങ്ങൾ ഈ പാർക്കിലേക്ക് പോകുന്നത്. ആദ്യമായിട്ടായിട്ടോ ഞാൻ ഈ പാർക്കിലേക്ക് വരുന്നത്. പക്ഷെ പാർക്കിൽ അലഞ്ഞു തിരിഞ്ഞ് നടന്നിട്ടും ഞങ്ങൾക്ക് കാര്യമായിട്ട് പൂക്കൾ കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം. തത്തി നടന്ന് കുഞ്ഞാപ്പി നിമിഷയും ആ പാർക്കിൽ നിന്ന് കുറേ പൂക്കൾ എനിക്കും കൊണ്ടു തന്നു. അത് വെച്ച് ഞങ്ങളത് ഫില്ല് ചെയ്യാൻ നോക്കി. പാർക്കിന്റെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റം വരെ പൂവുണ്ടോ എന്ന് അന്വേഷിച്ച് ഞാനും പോയി. എവിടെ കിട്ടാൻ. പെട്ടെന്ന് ആകാശത്തിന്റെ മട്ട് മാറി. മഴയൊക്കെ വരാറായതുകൊണ്ട് ഞങ്ങൾ വേഗം വീട്ടിലേക്ക് പോന്നു. പോരും വഴിക്കാണ് പിങ്ക് നിറത്തിലുള്ള ഈ കുഞ്ഞു പൂക്കളെ ഞാൻ കണ്ടതേ. നമ്മുടെ അരിപ്പൂവിനെയൊക്കെ പോലെ തോന്നിക്കുന്ന ചെറിയ പൂക്കളുള്ള ഭംഗിയുള്ളൊരു ചെടിയായിരുന്നു അത്. ഉണ്ടായിരുന്ന ഡെയ്സി പൂക്കളെല്ലാം പറക്കിക്കളഞ്ഞ് ഈ പൂവുണ്ട്, എൻ്റെ പേരെനിക്കറിയില്ല, അതുകൊണ്ട് ഞാൻ ഭംഗിയുള്ളൊരു കുഞ്ഞു റീത്ത് സെറ്റ് ചെയ്തു. ഇത് ഈ വീട്ടിൽ ഒരേ ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത് തന്നെ, നമ്മുടെ കുഞ്ഞാപ്പി. പക്ഷെ കുഞ്ഞാപ്പിക്കും അത് തൊട്ടു നോക്കാനോ തലയിൽ വെക്കാനോ യാതൊരു ഇഷ്ടം ഉണ്ടായില്ല. പിന്നെ ചെറിയ കുഞ്ഞല്ലേ, പൂമ്പൊടി കൊണ്ട് എന്തെങ്കിലും അലർജി ഉണ്ടായാലോ എന്ന് കരുതി ഞങ്ങളും അത് പിന്നെ പ്രോത്സാഹിപ്പിച്ചില്ല. എന്നാ പിന്നെ ഞാനൊന്ന് ട്രൈ ചെയ്താലോ? അതെ, ചില സമയം ഈ വലിയ വലിയ കാര്യങ്ങളൊന്നുമല്ല, ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിരിക്കും നമുക്ക് ഹാപ്പിനെസ് തരുന്നത്. ശരിയല്ലേ?